വെച്ചിട്ട് നമ്മൾ എത്തിയിരിക്കുന്നത് ബേപ്പൂരാണ്. അപ്പോൾ ബേപ്പൂർ എത്തിയിട്ട് ഇനി ഒരു നിർമ്മാണം കണ്ടില്ല എന്നുള്ള ഒരു പരാതി ക്രിസ്റ്റീനയ്ക്ക് ഉള്ളതുപോലെ വരാൻ പാടില്ല. അപ്പോൾ നമ്മളിവിടെ എത്തിയിരിക്കുന്നത് പരമ്പരാഗത ഉരു നിർമ്മിക്കുന്ന സ്ഥലത്താണ്. ഇവിടെ എന്താണ് ഇവിടുത്തെ ആളുകൾക്ക് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പറയാനുള്ളതെന്ന് കൂടി നമുക്കൊന്ന് ചോദിച്ചറിയാം. അതെ, ഇപ്പൊ തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വരികയാണല്ലോ. അപ്പൊ എന്താണ് തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ചേട്ടന്റെ ഒരു തെരഞ്ഞെടുപ്പിനെ പറ്റിയിട്ട് പറയാന്ന് പറഞ്ഞാൽ ഇപ്പം ആര് തെരഞ്ഞെടുത്താലും ആര് ജയിച്ചാലും നമ്മളിതായി ഇതുപോലെ ഈ വിളിപ്പിടി മേടിയിട്ട് മാത്രമേ നമുക്ക് ജീവിക്കാനുള്ള നിവൃത്തിയുള്ളൂ. വികസനം ബേപ്പൂരോ എന്ത് വികസിച്ച് ബേപ്പൂര് ഒരു വികസനം ഇവിടെ ബേപ്പൂരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല. എന്നാലും ഒരു ഭരണമാറ്റം ഉണ്ടാവും ഇത്തവണ. ഉണ്ടാവണമെന്ന് പ്രതീക്ഷിക്കുക. ആര് മുഖ്യമന്ത്രി ആവുമെന്ന് കരുതുന്നത്? മുഖ്യമന്ത്രി ചിലപ്പോൾ ഞാനായിക്കൂടെ ഇല്ല. അതാണ് ഒരു സാധാരണക്കാരന്റെ അഭിപ്രായം. സ്വപ്നം അതാ. അപ്പൊ ചേട്ടനൊരു മുഖ്യമന്ത്രിയായി എന്ത് ചെയ്യും? ഞാനെന്ത് ചെയ്യാനാ? അല്ല നമ്മള് പിണറായി വിജയനൊക്കെ ചെയ്ത കാരണം നമുക്ക് പഠിപ്പിച്ചു തന്നാണല്ലോ ഒരു കാര്യങ്ങള്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ അങ്ങോട്ട് പോകും. അപ്പൊ സാധാരണഗതിയിൽ നമ്മള് യങ്സ്റ്റേഴ്സ് വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ പ്രതീക്ഷിക്കുന്നത്? എന്ത് വരണം അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം നമ്മുടെ കേരളം? ഒരു വിദ്യാഭ്യാസം സംബന്ധിച്ചുള്ള വ്യക്തികളാണെങ്കിൽ അതിന് എന്തെങ്കിലും മുൻകരുതൽ, എന്തെങ്കിലും കാര്യങ്ങൾ അപ്ഗ്രേഡ് അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. ഇനി വ്യവസായത്തിലേക്ക് ഇറങ്ങുന്ന വ്യക്തികളാണെങ്കിൽ അതിന് എന്തെങ്കിലും മുൻകരുതൽ കിട്ടുന്ന കാര്യങ്ങൾ ഫോക്കസ് ആയിട്ടായിരിക്കും ചെയ്യുക. പൈതൃകപരമായിട്ടുള്ള അല്ലെങ്കിൽ പണ്ട് മുതലേ ഉള്ള ഇത്തരത്തിലുള്ള വ്യവസായം അതൊക്കെ സംരക്ഷിക്കപ്പെടേണ്ടതല്ലേ ഒരു സർക്കാർ വരുമ്പോൾ? തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇത്തരം യൂണീക്കായ കാര്യങ്ങളെ നമ്മൾ പല രീതിയിൽ സംരക്ഷിക്കണം. നമ്മൾ ഈ അടുത്ത റിയാസ് നമ്മുടെ ഇപ്പം അതെ മന്ത്രി വന്നിരുന്നു, നമ്മുടെ ക്ഷണം ശേഖരിച്ച കാര്യങ്ങളൊക്കെ ഒരുപാട് ചർച്ച ചെയ്തിരുന്നു. ഭാവിയിൽ ടൂറിസം സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ കണക്ട് ചെയ്തിട്ട് ഈ വ്യവസായം ഉയർത്തി കൊണ്ടുവരാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ഒരു പ്രതീക്ഷയിലുമാണ്. നിലവിലുള്ള ആ ഭരണം തന്നെ മുന്നോട്ട് ഇതുപോലെ തന്നെ പോകണമെന്നാണ്. അത് ജനങ്ങളുടെ താല്പര്യമല്ലേ ഭരണം ഏതാന്ന്. നമ്മളേതായാലും നമുക്ക് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു പുതിയൊരു കാലം പ്രതീക്ഷിക്കും, അതാര് ഭരിച്ചാലും. ചേട്ടാ, നമുക്ക് തെരഞ്ഞെടുപ്പ് കാലം കൂടെ ആണ്. അപ്പൊ എന്താ നമുക്ക് ഇവിടെ പൊതുവെ ബേപ്പൂരിലെ ഒരു കാലാവസ്ഥ? ഇതുവരെ ഭരിച്ചാൽ ആ നികുതിയൊക്കെ ഒന്ന് എടുത്ത് മാറ്റുകയാണെങ്കിൽ ഒന്നും പാടി ഒന്ന് ഉഷാറാവും. എന്തിന്റെ നികുതിയാ? വീട്ടു നികുതി, ബിൽഡിംഗ് നികുതിയൊക്കെ കൂട്ടിയുണ്ടല്ലോ, അതൊന്ന് എടുത്തു കഴിഞ്ഞാൽ പാർട്ടി ഒന്നും പാടി ഉഷാറാവും എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. ചേട്ടാ, ഇതൊരു പരമ്പരാഗത വ്യവസായമാണ്. ഇത് ശരിക്കും നിലനിന്ന് പോകണമെന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. പക്ഷെ ഈ ആധുനികമായ കപ്പലുകളും മറ്റ് ഗതാഗത മാർഗങ്ങളൊക്കെ വരുമ്പോൾ ചരക്ക് നീക്കത്തിന് ചിലപ്പോൾ മറ്റു മാർഗങ്ങൾ വന്നിരിക്കും. അപ്പൊ നമുക്ക് എത്രത്തോളം വർഷം പോകാമോ അത്രത്തോളം വർഷങ്ങൾ ഇതൊന്നും നിലനിർത്തിക്കൊണ്ട് പോകണ്ടേ? അപ്പൊ അതിനെന്താണ് ഈ ആൾക്കാർ ഭരണാധികാരികളോട് പറയാനുള്ളത്? ഒന്നുകൂടിയും സർക്കാർ ഒന്നുകൂടിയും മുന്നോട്ട് വരണം. കാര്യം എന്താ വെച്ചാൽ ഇത് നമുക്ക് വ്യാപാരമല്ലേ, അന്നപ്പോൾ അത് ഒന്നുകൂടി നിലനിൽക്കണമെങ്കിൽ നമ്മളെ ബേപ്പൂർ അഴിമുഖം ഒന്ന് ഉഷാറായി വരണം, ഷിപ്പ് വരാനുള്ള സംവിധാനം ഉണ്ടാവണം. ഇവിടെ നിരവധി പദ്ധതികളുണ്ട്. ആ പദ്ധതികളുടെ പൂർത്തീകരണത്തിലേക്കൊക്കെ വരണമെങ്കിൽ ഈ സർക്കാർ വരണം എന്നാണോ അതോ പുതിയ പദ്ധതികളുമായി പുതിയ സർക്കാർ വരണം എന്നാണോ? അങ്ങനെയൊന്നുമില്ല, ആര് വന്നാലും നമുക്ക് നാടിന് ഉഷാറായാൽ മതി, നാട് നന്നായാൽ മതി. നമ്മളെ നാട് നന്നാവണം, അതിനനുസരിച്ച് ഭരണാധികാരം ഒന്ന് ഉഷാറായാൽ ഇത് മുന്നോട്ട് നല്ല ഉഷാറായിട്ട് തന്നെ പോകുന്നത്. ആര് വന്നെന്ന് പറഞ്ഞാലും എല്ലാവർക്കും നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ. ഇതേപോലെയുള്ള പരമ്പരാഗത വ്യവസായങ്ങൾ അത് അതിൻ്റെതായ തനത് രീതിയിൽ അത് സംരക്ഷിക്കപ്പെടട്ടെ. കൂടുതൽ പേര് ഇതിലേക്ക് വരാനുള്ള ഒരു ആർജവം എല്ലാ ഭരണാധികാരികൾക്കും ഉണ്ടാവട്ടെ, അല്ലേ? അത് തന്നെയല്ലേ നിങ്ങളും പ്രതീക്ഷിക്കുന്നത്? അതെ. അപ്പം മണ്ഡലം ചുറ്റും മഹിളകൾ അടുത്ത സ്ഥലത്തേക്ക് യാത്ര തുടരുകയാണ്. പ്രേക്ഷകർ നമ്മളോടൊപ്പം ചേരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.